ഇപ്പോഴത്തെ ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ അട്രാക്റ്റ് ചെയ്യുന്നത് എന്താണ്, ഈ ഫുൾ മൂൺ നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ്സ് ആണ് കൊണ്ടുതരുന്നത്, എന്താണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്, ഈ ഒരു യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് നൽകാനാണ് ആഗ്രഹിക്കുന്നത്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. സോ പ്ലീസ് മെഡിറ്റേറ്റ് ഡിയർ ആർക്കേഞ്ചൽസ്, ancestors, spirit guide. Please give me the right answer. Please give me the right answer. Four of Pentacles. അതായത് ചില പേരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അതായത് ചിലപ്പോൾ ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, അങ്ങനെയുള്ളിടത്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അതുമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ലക്ക് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ചില പേരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ടാവും. കുറച്ച് പണം മാറ്റി വയ്ക്കണം, അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നവർക്കും ഇത് റേസിനേറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് നല്ലതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. ഇവിടെ 6 ഓഫ് കപ്സ് ആണ്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു ഗ്രോത്താണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചില പേർക്കെങ്കിലും സ്കൂളിൽ ചിലപ്പോൾ അവരുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നു, ഒരു ഗെറ്റ് ടുഗെദർ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇനി അകന്നിരിക്കുന്ന കപ്പിൾസിനാണെങ്കിൽ ഒരു റീയൂണിയൻ, റിക്കൺസിലിയേഷൻ ഒക്കെ സാധ്യമാകുന്നു. ഇനി ലവേഴ്സിനാണെങ്കിലും ഒരു റീയൂണിയൻ സാധ്യമാകുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ആ ഒരു സാഹചര്യം അനുസരിച്ച് കാര്യങ്ങൾ എടുക്കുക. അതായത് നിങ്ങളിപ്പോൾ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലർക്ക് പിരിഞ്ഞിരിക്കുന്ന ഫ്രണ്ട്സ് ചിലപ്പോൾ നല്ല സുഹൃത്തുക്കളായിരിക്കും, പെട്ടെന്ന് വഴക്കിട്ടിട്ട് മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേദനകളുണ്ടാവും. അപ്പോൾ അവരുമായിട്ടൊരു സൗഹൃദം വീണ്ടും സ്ഥാപിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഫാമിലി ആയിട്ട് ഒരുമിച്ച് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ചിലപ്പോൾ ലീവൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവാം. ലീവ് കിട്ടണം, എന്നിട്ട് നാട്ടിൽ പോയിട്ട് അവരോടൊപ്പം, അതായത് വീട്ടിലെ ആൾക്കാരോടൊപ്പം കഴിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതും സാധ്യമാകുന്നു എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഇവിടെ ഒരു സ്റ്റെബിലിറ്റിയാണ് കൂടുതലായിട്ട് വരുന്നത്. ചിലർക്ക് ബിസിനസ്സൊക്കെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. ചിലർക്ക് പരമ്പരാഗതമായിട്ട് അവരുടെ ഫാമിലിക്ക് ഒരു ബിസിനസ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ കുറച്ച് ഡള്ളായിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം ഇപ്പോൾ. അതൊക്കെ നല്ല രീതിയിലേക്കൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത കാർഡ് ഹെർമിറ്റ് എന്നുള്ളതാണ്. ചില പേര് ആഗ്രഹിക്കുന്ന മെഡിറ്റേഷൻ, യോഗ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം, കുറച്ച് ഹെൽത്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് തീർച്ചയായിട്ടും സാധിക്കും. അതാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. ഇനി ദൂരെ സ്ഥലത്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നു എന്നുള്ളതാണ്. ചില പേർക്ക് നല്ല ടീച്ചേഴ്സിനെ കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നല്ല കോച്ചിങ് സെൻറ്റർ കിട്ടുന്നതായിരിക്കാം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആ ഒരു പ്ലേസ് നിങ്ങൾക്ക് കണ്ടെത്താനും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിക്കാനും ഒക്കെ സാധിക്കുന്ന സിറ്റുവേഷൻസ്. ഇനി എബ്രോഡ് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും സാധ്യമാവുന്നൊരു സിറ്റുവേഷനുണ്ട്. 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണെന്നുള്ളത്. അതുപോലെ തന്നെ ഇത് 2 പേർ ചേർന്നുള്ള ബിസിനസ്, ഒരു പാർട്ട്ണർഷിപ്പ് ഡീൽ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. കൂടാതെ ഇതൊരു വിവാഹത്തെ കാണിക്കുന്ന ഒരു കാർഡാണ്, കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ്. ഇനി വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അതും നടക്കാൻ പോകുന്നു, അതാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചിലർ അസുഖങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവാം, ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റിലായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് അതൊരു ഹീലിംഗ് ആണ്, അല്ലെങ്കിൽ അസുഖം മാറുന്ന സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സ്ട്രോങ് ആക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരിക, ഡിസിപ്ലിൻ കൊണ്ടുവരിക, എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇനി ചുരുക്കം ചില പേരുടെ കാര്യത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാം. നിങ്ങളെ വേദനിപ്പിച്ചിട്ട് നിങ്ങളെ ഇപ്പോഴും വേദനിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷേ അവരോടെല്ലാവരോടും നിങ്ങൾ ക്ഷമിക്കൂ എന്ന് പറയുന്നുണ്ട്, ദയ കാണിക്കൂ എന്ന് ഡിവൈൻ പറയുന്നുണ്ട്. കാരണം നിങ്ങൾ ക്ഷമിക്കാത്തത് കൊണ്ട് അവരും വലിയ വിഷമത്തിലാവാൻ സാധ്യതയുണ്ട്, അവർക്കും ബ്ലോക്കേജസ് ഉണ്ടായിരിക്കാം.
കൂടാതെ ഇവിടെ പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടുന്നു, നടക്കുന്നു. അതുകൂടാതെ ഇതിന് ജോബ്, കരിയറൊക്കെ സെറ്റ് ആവുന്ന സിറ്റുവേഷൻ. 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ജോബ് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളത് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഇനി നെക്സ്റ്റ് കാർഡ് 8 ഓഫ് കപ്സ് ആണ്. അതായത് ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അതാണ് ഡിവൈൻ പറഞ്ഞത്. നിങ്ങൾ ഉപേക്ഷിക്കും. കാരണം അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ആ കാര്യങ്ങൾ തന്നെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നേടാനില്ലെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. ഫൊർഗീവ് ചെയ്യുക. ഈ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് വിട്ടേക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമാണ് കിട്ടുന്നത്. ഹയറഫൻ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില പേർക്ക് ഒരു എക്സ് ലവ് ഉണ്ടാവാം. ആ ഒരു വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ മറക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ആ വ്യക്തിയുടെ ചീറ്റിംഗ് മറക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ മറക്കുന്നത് വഴി നിങ്ങൾക്ക് പുതിയൊരു ലൈഫാണ് വരുന്നത്. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ അവസാനിച്ചിട്ട് പുതിയത് പുനർജനിക്കുന്നു എന്നുള്ളതാണ്. ചിലത് അവസാനിച്ചത് നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടി മാത്രമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇനി ഏഞ്ചൽ ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്? ഡിയർ ആർക്കേഞ്ചൽസ്, പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ. ഇവിടെ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഹൃദയം എന്താണോ പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക, കാതോർക്കുക. കോംപ്രമൈസ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് ആരോടെങ്കിലും കോംപ്രമൈസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുക, ക്ഷമിക്കുക. എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സൗഭാഗ്യം, ലക്ക്, ഓപ്പർച്യൂണിറ്റി. ഇവയെല്ലാം നിങ്ങൾ ആദ്യം കോംപ്രമൈസ് കൊടുക്കുക, അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് എളുപ്പമാവില്ല കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളത്, ഫൊർഗീവ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു, വഞ്ചിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു വാല്യൂ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് തിരിച്ചു കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ കിട്ടിയില്ല. ആ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുണ്ടാവാം. ആ വ്യക്തികളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ എൻഡായി പോയിട്ടുണ്ടാവാം. അത് നിങ്ങളെ ഏറെ വേദനിപ്പിക്കുന്നുണ്ടാവാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരോടും നിങ്ങൾ സ്നേഹപൂർവ്വം പെരുമാറുക. നിങ്ങളുടെ പാസ്റ്റിനെ ആദ്യം റിലീസ് ചെയ്യുക, പുതിയൊരു വ്യക്തിയായി മാറുക. അതുപോലെ തന്നെ എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുക. ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക പോലും ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളുടെ ആ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. മറ്റുള്ളവർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ട. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം നിങ്ങൾ ഊഷ്മളമായിട്ട് കാത്തു സൂക്ഷിക്കുക. ഹെൽത്തി റിലേഷൻഷിപ്സ് എപ്പോഴും നമുക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ നിങ്ങളോട് തന്നെയും മറ്റുള്ളവരോടും കൈൻഡ് ഹാർട്ടഡ് ആയിരിക്കുക. ഏതായാലും ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക.